Hey guys, welcome back to TTM Voice. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഷോർട്ട് വീഡിയോ ആയിരിക്കും, പക്ഷേ ഇത് നിങ്ങൾക്കൊരു പുതിയ നൊസ്റ്റാൾജിക് വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൊസ്റ്റാൾജിക് മാത്രമല്ല, ഒരു വ്യത്യസ്ത നല്ല ഭംഗിയുള്ളൊരു വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കൊച്ചുകുട്ടികൾക്ക് നമുക്ക് എല്ലാവരുടെയും മനസ്സിലും കൊച്ചുകുട്ടികളുടെ മനസ്സുണ്ടല്ലോ ഫ്രണ്ട്സ്. കാരണം കൊച്ചുകുട്ടികളായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, കൊച്ചു കുഞ്ഞുങ്ങളായിട്ടൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവരുടെ മനസ്സിലേക്ക് ഇടപെടുന്നുണ്ട്. അങ്ങനെ അവരുടെ മനസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പം കുഞ്ഞു കുഞ്ഞു കളികൾ കളിക്കുമ്പോൾ നമ്മൾ ആ കൊച്ചു മനസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പം നമുക്കും മനസ്സിലൊരു ഹാപ്പിനെസ് വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ആണ്, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ നേരിട്ട് ഫ്രണ്ട്സ് മെയിനായിട്ട് നോക്കിയേ ബലൂൺ. ഇപ്പം ബലൂൺ എന്ന് വെച്ചാൽ പറഞ്ഞാൽ നല്ല മുഖത്തിങ്ങനെ ഹാപ്പി ഫേസ് ഒക്കെയുള്ള ബലൂണാണ് കേട്ടല്ലോ, നോക്കിയേ. അപ്പോൾ ഇത് വലിയ ബലൂണാണ്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു 10 പൈസയുടെ അല്ല, സോറി, 10 രൂപയുടെ കോയിൻ. 10 പൈസ കോയിൻ ഇപ്പോൾ ഇല്ലല്ലോ. 10 രൂപയുടെ കോയിൻ എടുക്കാൻ കാര്യം ഇതിന് നല്ല വലുപ്പം. എനിക്ക് നാണയത്തിൽ എനിക്ക് ഏറ്റവും വലുപ്പമുള്ളത് 10 രൂപയുടെ കോയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കിയേ ഫ്രണ്ട്സ്, ഒരു 10 രൂപയുടെ കോയിൻ നോക്കിയേ. നമുക്കിത് ഞാൻ കുറേ തപ്പിയാണ് കിട്ടിയത്. 10 രൂപ കോയിൻ. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതിന് കണ്ടല്ലോ ഒരു റബ്ബർ ബാൻഡ്. ഈ 3 ഐറ്റം വെച്ച് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിക്കാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഡാൻസിങ് ബലൂൺ എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. ഈ ബലൂൺ നിന്ന് ഡാൻസ് ചെയ്യും ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പമ്മി അല്ലിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ ബലൂണിൻ്റെ അകത്ത് ഈ നമ്മുടെ 10 രൂപയുടെ കോയിന് ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇടാൻ പോവാണ്. ജസ്റ്റ് തേണ് കണ്ടല്ലോ 10 രൂപ കോയിൻ ഇടാം. ഓക്കെ, തേണ് ഇങ്ങനെ പോട്ടെ. ഓക്കെ, കയറട്ടെ. അപ്പോൾ ഞാനിത് ഇപ്പോൾ പെട്ടെന്ന് ഇട്ടിട്ട് വരാം, കാരണം ഇത് മൊത്തം ഇടുന്ന കാണിക്കാൻ പോയാൽ നല്ല ഡിലേ ആവും. ഓക്കെ, ഇവിടെ നമ്മുടെ കോയിൻ വന്നു കണ്ടല്ലോ ഫ്രണ്ട്സ്. നമ്മുടെ കോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോയിൻ വരണമെന്ന് വെച്ചാൽ തേണ്ടി തുമ്പത്ത് കണ്ടല്ലോ ഫ്രണ്ട്സ്. തേണ്ടി നമ്മുടെ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് തേണ്ടി കോയിൻ നമ്മൾ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ തേണ്ടി കണ്ടല്ലോ. അയ്യോ, അതിന് മുമ്പേ നമ്മൾ തിരിക്കണമായിരുന്നു കേട്ടോ. സോറി 2000 years later. ഫ്രണ്ട്സ്, അതിന് മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ ഈ ഒരു ബലൂൺ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ തല തിരിച്ചിടണം, കാരണം അബദ്ധം പറ്റി. അപ്പോൾ ഇത് തല തിരിച്ചിട്ടിട്ട് വേണം നമ്മുടെ കോയിൻ ഇടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ ഇത് തല തിരിച്ച് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കോയിൻ ഇട്ട് ഏറ്റവും അകത്തേക്ക് കയറ്റിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കോയിൻ തുമ്പത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ കോയിൻ. അപ്പോൾ ഈ കോയിൻ വെച്ച് നമ്മൾ ജസ്റ്റ് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് എടുത്തിട്ട് ചേർത്ത് കോയിനൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ഓക്കെ, നമുക്ക് ഇച്ചിരി ടൈറ്റ് ആക്കിയേക്കാം. റബ്ബർ ബാൻഡ് ഇട്ട്, യെസ്, ഏകദേശം റബ്ബർ ബാൻഡ് ഇട്ട് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാൻസിങ് ബലൂൺ ഉണ്ടാക്കാനുള്ളത്. അപ്പം റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് നേരെ തിരിച്ചിത് അകത്തോട്ട് കയറ്റാം. നമ്മുടെ വെളിവശമാക്കാം, അകത്തുനിന്ന് വെളിവശമാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ചിട്ടാണ് നോക്കിയാൽ ഈ ഒരു എൻഡ് കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം നമ്മുടെ നാണയം അകത്ത് പോയിരിക്കുകയാണ് ഫ്രണ്ട്സ്. കണ്ടല്ലോ, ബലൂൺ ഇപ്പോൾ ഏകദേശമായി, നാണയം അകത്തു. ഇനി നമുക്കിത് വീർപ്പിച്ച് നോക്കാം. ഇനിയാണ് നമ്മുടെ ട്രിക്ക് ഇരിക്കുന്നത് ഫ്രണ്ട്സ്. ട്രിക്കൊന്നുമല്ല, ഒരു നമ്മുടെ ഡാൻസിങ് ബലൂണിൻ്റെ സംഭവം ഇരിക്കുന്നത് ഇനിയാണ്. അപ്പോൾ നമുക്കിനി വീർപ്പിക്കാം. വീർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി പേരായിട്ട് വീർപ്പിക്കുന്നില്ല, കാരണം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആകെ ഒരു ബലൂണേ ഉള്ളൂ, മൊത്തം പരിപാടിയും ക്ലോസ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും വെച്ചൊന്ന് സംഭവം വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് കാറ്റ് പോകുന്നുണ്ട്, ചൊങ്ങി വരുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ് വലുതാക്കി ചെയ്യാം, കാരണം ഇനി പൊട്ടിയാലും വിഷയമില്ല. നമ്മുടെ ഏകദേശം പരിപാടിയെല്ലാം നിങ്ങൾ കാണിച്ചു. അപ്പോൾ നമുക്കിനി ഇത് നല്ലൊരു വീർക്കുന്ന ബലൂണാണ്. അപ്പോൾ വലിയ ബലൂൺ ആക്കിയിട്ട് നമുക്ക് ഒന്ന് ഡാൻസ് ചെയ്യിപ്പിച്ച് നോക്കാം. ഡാൻസ് ചെയ്യുമ്പോൾ പൊട്ടുമെന്ന് അറിയാൻ വയ്യ, എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡാൻസിങ് ബലൂൺ എന്ന് വിളിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. കണ്ടോ, നോർമലി ബലൂൺ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആടുക ഫ്രണ്ട്സ്. ഞാൻ ഇച്ചിരി നേരെ വെച്ച് കാണിക്കാം. പക്ഷേ നമ്മുടെ മുഖമൊക്കെ വെളിയിൽ പോയി കേട്ടോ. നോർമലി ബലൂൺ ഇങ്ങനെ വെച്ചിരുന്ന് ആടുക ഫ്രണ്ട്സ്. ഇല്ല, കണ്ടല്ലോ, പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല രസമാണ്, ഇങ്ങനെ തട്ടി കളിക്കാം. അല്ലെങ്കിൽ നോർമലി ഒരു ബലൂൺ ഇങ്ങനെ വെച്ചാൽ എപ്പോഴും മറിഞ്ഞ് താഴെ പോകും, ഉരുണ്ട് താഴെ പോകും. പക്ഷേ എൻ്റെ ഇതാണ് നമ്മുടെ ഡാൻസിങ് ബലൂണിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പത്ത് നോക്കിയാൽ ഫ്രണ്ട്സ്, ഇവിടാണ് നമ്മുടെ നാണയം വെച്ചിട്ട് നേരെ നോക്കിയാൽ തിരിച്ച് ബലൂണല്ല റബ്ബർ ബാൻഡ് വെച്ച് ടൈറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരെ കാണിക്കാമെന്നാണ്. എന്നിട്ട് ഇങ്ങനെ ബലൂൺ വെച്ചിട്ട് ഇങ്ങനെ ആട്ടി കളിക്കാം. എന്നിട്ട് ഡാൻസിങ് ബലൂൺ 10 രൂപയുടെ നാണയം ഇതിൻ്റെ അകത്ത് കയറ്റാൻ നേരത്ത് ഇതിൻ്റെ തുമ്പ് ശകലം പൊട്ടി കേട്ടോ. അതാണ് ഇങ്ങനെ കാറ്റ് പോകുന്നത്. നമ്മളിപ്പോൾ മാക്സിമം വലുതാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടിയില്ല കേട്ടോ ഭാഗ്യത്തിന്, കാരണം ഇത് എൻ്റെ നഖം നോക്കിയ ഫ്രണ്ട്സ്, എൻ്റെ നഖം ഇച്ചിരി അപകടമാണ്. കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതേ അബദ്ധവശാൽ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പൊട്ടിപ്പോകുന്നു. വലിയ നഖം ഇല്ലെങ്കിലും അത്യാവശ്യം നഖമുണ്ട്. ഓക്കെ, അപ്പം ഇത് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ പൊട്ടിപ്പോകും. അതാണ് ഞാൻ നഖം പോലും അടുത്ത് കൊണ്ടുപോകാതാണ് വെക്കുന്നത്. ഇതിന് ഡാൻസ് ചെയ്യുമോ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബലൂൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. നോക്കിയ ഫ്രണ്ട്സ്, ഇതും ഡാൻസ് ചെയ്യുന്നുണ്ട്.
നമുക്കിനി വേറെ ഡെക്കറേറ്റീവായിട്ടുണ്ട്. ഇവിടെ 2 കണ്ണും ഉണ്ട്, ഇവിടെ ഒരു മൂക്കും ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ 2 വലിയ ഉണ്ടക്കണ്ണും മൂക്കൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിപ്പോൾ താഴെ വീഴും. നോക്കാം, അടിച്ചാലേ നോക്കിയാൽ നല്ല ബലത്തിൽ ഞാൻ അടിച്ചിട്ട് താഴെ പോകുന്നില്ല ഫ്രണ്ട്സ്. നോക്കി അവിടെ തന്നെ, പ്രത്യേകിച്ച് ഈ ഒരു 10 രൂപ നോക്കി, ഈ 10 രൂപ തുട്ടിൻ്റെ കട്ടി കേട്ടോ. കാരണം 10 രൂപ വലിയ നല്ല വലുപ്പമുള്ളതുകൊണ്ട് തന്നെ, അല്ല നല്ല വട്ടത്തിൽ വലുപ്പമുള്ളതുകൊണ്ട് തന്നെ അവിടെ പ്ലേസ് ചെയ്ത് ഇരുന്നോളും. നോക്കി ഇങ്ങനെ ഇരുന്നോളും. നോക്കി നല്ലതായിട്ട് തട്ടിക്കളിക്കാം, അടിപൊളി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് സംഭവിച്ച് നോക്കാം. ഇത് ഡാൻസിങ് ബലൂൺ അല്ല, അപ്പോൾ ഞാൻ മൂക്ക് വെച്ച് ഇത് ഡാൻസ് ചെയ്യുമെന്ന് തള്ളി നോക്കാം. ഓക്കെ, നമുക്ക് മൂക്ക് വെച്ച് തട്ടി നോക്കാം. നമുക്ക് താഴെ വീഴുന്നിടം വരെ തട്ടാം കേട്ടോ. ഓക്കെ, താഴെ വീഴുന്നില്ല, ഭയങ്കര സ്ട്രോങ്. യെസ്, താഴെ വീഴും. എന്നിട്ട് താഴെ വീഴുന്നില്ല ഫ്രണ്ട്സ്. നമുക്ക് ഒന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇത് താഴെ. ഓക്കെ, അങ്ങനെ ഫൈനലി താഴെ വീടും ഫ്രണ്ട്സ്. ഡാൻസ് കളിക്കടാ. ഇവിടെ നല്ല വെള്ളമായിട്ട് തന്നെ ഡാൻസ് നോക്കി എത്ര ബലം കൊടുത്തിട്ടും ഫ്രണ്ട്സ് താഴെ പോകുന്നില്ല. നോക്കി ഇത് മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. നോക്കിയിട്ട് താഴെ വീഴുമോ നോക്കാം. ഇല്ല, താഴെ വീഴുന്നില്ല. നോക്കിയാണ് ഇപ്പോഴാണ് താഴെ വീണത്. എവിടെ താഴെ വീണാലും പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ, ഡാൻസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസിങ് ബലൂൺ എക്സ്പീരിയൻസ്. ഏകദേശം നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ഒരു വിഷ്ണു TTM വോയിസിൽ നിന്ന്. സീ യു.